തിരുവേനി ജവന്യ ഗുരുശ്രേഷ്ഠൻ ബഹുമാനപ്പെട്ട ഗോമൻസും ബഹുമാനപ്പെട്ട ഗോപീസും സ്നേഹമുള്ള വലിയ ശ്രേഷ്ഠരെ മാനേജ് കമ്മിറ്റി മദ്രാസന പ്രൊവിൻസിൽ മറ്റ് വളർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുണ്ട്. ഈ ഒരു സ്വീകരണത്തിന്റെ ആവശ്യവും ഉണ്ടായിരുന്നില്ല. മറിച്ചൊരു സ്വീകരണം ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാറില്ല. പള്ളിയിൽ നിന്നൊരു ഓണം മേടിക്കാനോ ചെലവും മേടിക്കാനോ തയ്യാറായിട്ടില്ല. ഇത് ഒരു വലിയ ദൗത്യം നിർവഹിച്ചു എന്ന് പലപ്പോഴും പലരും പറയാറില്ല. അങ്ങനെ ഒരു ദൗത്യം നിർവഹിച്ചു എന്നുള്ളതായ തോന്നൽ ചിന്തയൊന്നും എനിക്കില്ല. പക്ഷേ ഒരു വലിയ സന്തോഷമുള്ളത് ഞാൻ ഈ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത്, പ്രത്യേകിച്ച് അവിവാഹിതനായ ഒരു വൈദികനാകാൻ ആഗ്രഹിച്ചതായ സമയത്ത് പല ആളുകളും ചോദിച്ചതായ ചോദ്യമുണ്ട്. ഈ പ്രായമുള്ളത് ആര് നോക്കും, അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കും, ആര് കരുതും എന്നുള്ളതായ ചോദ്യം പലപ്പോഴും പലരും പല സന്ദർഭങ്ങളിലും ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബന്ധുക്കളും സ്വന്തക്കാരും അതുപോലെ സ്നേഹമുള്ള എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെയും എൻ്റെ ഒരു ധൈര്യം ദൈവം കരുതുമെന്നുള്ളതായ ചിന്തയാണ്. ഇത്രയും വർഷക്കാലവും ദൈവം തന്നെയാണ് വഴി നടത്തിയത്. യാതൊരു മുൻവിധികളോ അല്ലെങ്കിൽ മറ്റ് പ്രത്യേകമായ ഒരു മുൻ കാര്യങ്ങൾ കൂട്ടി പ്ലാൻ ചെയ്തതൊന്നുമല്ല ഇതുവരെ ജീവിതം. മാത്രമല്ല 14 വർഷക്കാലം ഈ സഭയുടെ ചോറുകൊണ്ടാണ് ഞാൻ വളർന്നത്. അതിൻ്റെ കരുതൽ ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇങ്ങനെയൊരു പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിൽ എനിക്ക് സംബന്ധിച്ചിടത്തോളം ചെറിയൊരു പനി വന്നാൽ പോലും എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ മാതാപിതാവല്ല, അവരുടെ ബന്ധുക്കളും ആ കുടുംബാംഗങ്ങളെല്ലാം വളരെ കാര്യമായിട്ട് വന്ന് അന്വേഷിക്കാറും ഒരു ചെറിയ പനി വന്നാൽ ഒരു വണ്ടി വിളിച്ചു വന്ന് അന്വേഷിക്കാറും. എന്നാൽ ഈ ഒരു സംഭവത്തിൽ എൻ്റെ മാതാവിൻ്റെ സഹോദര വഴിയെ വേറെ ആരും ആ കുടുംബത്തിൽ അന്വേഷിച്ചു. കാരണം അവരെല്ലാം മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. എന്നാൽ സഭ എത്രമാത്രം കരുതി സ്നേഹിച്ചു എന്ന ചോദ്യം ചോദിച്ചവർക്കെല്ലാം ഉള്ളതായ മറുപടിയാണ് ഇന്ന് ഇവിടെ കൂടുതലിരിക്കുന്ന നിങ്ങളേവരും എന്നുള്ളത് എനിക്ക് സാക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നു. മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രശ്നം മാത്രമായിട്ടാണ് തോന്നിയത്. ഇത്ര വലിയ ഒരു സംഭവമായിട്ടാണ് ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ ഫോണിലൂടെയും മറ്റു കാര്യങ്ങളിൽ ആശുപത്രികളും മറ്റും വന്ന് അന്വേഷിച്ചു. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ ആ സമയത്ത് തന്നെ പെട്ടെന്ന് സെക്യൂരിറ്റി നിയമിച്ച അച്ഛന്മാരെ പോലും ഇങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ സാധിക്കാത്തത് എത്രമാത്രം ആളുകൾ അന്വേഷിച്ച് തിരഞ്ഞു വന്നു. ഇതിലെല്ലാം സഭ ദൈവം കരുതുന്നു. 100% ഒരിക്കൽ പോലും ജീവിതത്തിൽ ഒരു മിനിറ്റ് പോലും ഒരു സെക്കൻഡ് പോലും തിരിഞ്ഞിരിക്കാത്ത സാഹചര്യത്തിലാണ് അത് ഇന്നും അതുപോലെ തന്നെ ഒന്നുകൂടി ഒഴിവാക്കി തന്നിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് ഇനിയും സഭയ്ക്ക് വേണ്ടി തന്നെ ജീവിക്കുവാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ നിങ്ങളുടേതായ പ്രശംസകളോ അല്ലെങ്കിൽ അതൊരു ദൈവത്തിന് വേണ്ടി ഇറങ്ങി ജീവിക്കുമ്പോൾ എന്തെങ്കിലും കഷ്ടതകൾ നമുക്ക് ഉണ്ടാകും. അതുണ്ടാകണമെന്നാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ഉണ്ടായില്ല എങ്കിൽ നമ്മുടെ പ്രസംഗം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഇവിടെ നടന്നതായ സംഭവം ഞാൻ പല സന്ദർഭങ്ങളിലായിട്ട് വിവരിച്ചിട്ടുള്ളതാണ്. പ്രത്യേകമായിട്ട് പല ആളുകൾക്കും അതിനെക്കുറിച്ച് സംശയമുണ്ട്. മറ്റാപോലത്തെ ചവിട്ടിയോ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് കേസിന് വേണ്ടി ആശുപത്രിയിൽ പോയി കിടക്കുകയാണ്. വേറെ ഞങ്ങളുടെ അടുത്ത ഒരു പള്ളിയിൽ അനൗൺസ് ചെയ്തത് ഞാൻ നേരത്തെ അതുകൂടി ചേർത്ത് കയറിയിരുന്നു. അവിടെ ഒരു അച്ഛൻ വന്നപ്പോൾ ഞാൻ ആദ്യം അച്ഛനെ കയറി തല്ലി അച്ഛൻ്റെ കഴുത്ത് ഒടിച്ചു. അതിനുശേഷമാണ് അവരെന്നെ തല്ലിയതെന്നാണ് ഞങ്ങളുടെ അടുത്തൊരു പള്ളിയിൽ പരസ്യമായിട്ട് അനൗൺസ് ചെയ്തത്. അതുകൊണ്ട് അറിയാതിരിക്കാം ബന്ധുക്കളൊന്നും ഇക്കാര്യത്തിൽ ഫോൺ ചെയ്ത് പോലും അന്വേഷിക്കാതിരുന്നത്. എന്നാൽ ഇവിടെ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച രാവിലെ 4 മണിക്ക് 2 പേരെ പള്ളിമുറ്റത്ത് സംസാരിക്കുന്നതായ ഒരു ശബ്ദം കേട്ടപ്പോൾ ഞാൻ മേളിൽ മുറി തുറന്ന് ബാൽക്കണിയിൽ അവിടെ നിന്ന് നോക്കിയപ്പോൾ 2-3 ആളുകൾ മുറ്റത്ത് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ എന്താണെന്ന് അറിയുവാനായിട്ടാണ് ഇറങ്ങിച്ചത്. സമയത്ത് വിളിച്ചു കഴിഞ്ഞിട്ടോ എൻ്റെ കൂടെ എഴുതിയിരുന്നു. ഞാൻ പള്ളിയിൽ ധാരാളം നിൽക്കുന്നുണ്ട്, നമുക്കൊന്ന് ഇത് നോക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങി ഈ ഗേറ്റ് അങ്ങ് കടക്കുന്നതിന് മുമ്പ് 2 പേരെ അവിടെ നിൽക്കുന്നത് പറഞ്ഞു. നിങ്ങൾ ആരാ, എന്താ, നമ്മൾ ദേഷ്യത്തോടുകൂടിയൊന്നുമല്ല, നിങ്ങൾ എവിടുന്ന് വന്നവരാ, പദയാത്രക്കാരാണെന്ന് അത് ചോദിച്ച ഉടനെ തന്നെ
ഒരു പാല് വന്ന് എൻ്റെ കഴുത്തിൽ പിടിക്കുകയും അത് മുമ്പിൽ നല്ല പള്ളി വന്നിങ്ങനെ ഒന്ന് പിടിച്ച് തൂക്കിയെടുക്കുന്നു. എപ്പോഴേക്കും ബിജോയെ അവർ പെട്ടെന്ന് തല്ലി അടിച്ച് ബിജോ അവിടെ നിന്ന് ഓടി. പെട്ടെന്ന് അവർ പിടിച്ച് തൂക്കിയെടുത്തുകൊണ്ട് പള്ളിയുടെ പടിഞ്ഞാറ് ചെന്ന് കഴിഞ്ഞപ്പോൾ പള്ളിയുടെ പടിഞ്ഞാറ് കാവ് തുറന്ന് കിടക്കുന്നു. പള്ളിയകത്ത് നിറച്ച് 100-150 ആളുകൾ പള്ളിയകത്ത് നിൽക്കുന്ന രംഗമാണ്. അവിടെ ഇതിനെ തല്ലിയതോ അടിച്ചതോ ഒന്നും അല്ല പ്രധാന പ്രശ്നമായിരുന്നത്. കാരണം ഇവരെ ഈ കോമ്പൗണ്ടിനകത്ത് പോലും കാല് കുത്താതെ ഇരിക്കുവാൻ തക്കവാണ് നമ്മൾ എത്രമാത്രം ത്യാഗങ്ങൾ സഹിക്കുന്നു. പക്ഷെ ഇതെല്ലാം മാറി ഒരു നിമിഷം ഇതെല്ലാം ഇതിനകത്ത് നിൽക്കുന്നതായ ആ ഒരു കാഴ്ചയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഭയാനകമായിട്ട് ഇപ്പോഴും ഭയാനകമായി നിൽക്കുന്ന ചിന്ത അതാണ്. കാരണം പള്ളി നിറച്ച് ഇവരെ ആളുകളും ഒരു ശ്രേഷ്ഠമാരും മെത്രാപ്പൊലീത്തമാരും അച്ഛന്മാരും നിൽക്കുന്നതായ ഒരു വലിയ രംഗമാണ്. ആ സമയത്ത് ഇവർ പെട്ടെന്ന് പിടിച്ചു കൊണ്ടുവന്ന് നേരെ കൊണ്ടുവന്ന് പള്ളി അകത്തേക്ക് ആ കൈത്തലയുടെ മുമ്പിൽ വരെ കൊണ്ടുപോയി. നമുക്ക് പോകുന്ന വഴി ആൾ ഇടിക്കുമ്പോഴേക്കും പക്ഷേ ഏതെങ്കിലും ആ സമയത്ത് അറിയുന്നില്ല, നേരെ കൊണ്ടുവന്ന് അവിടെ ഇടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അത് നേരത്തേക്കിട്ട് നല്ല രീതിയിൽ വിരുമായി. അതായത് ഈ കൊലക്കേസിൽ പ്രതികളെയൊക്കെ ഈ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ നാട്ടിനെ കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞ രീതിയിൽ കിട്ടിയവരല്ല. ആ സമയത്ത് ഒരു വലിയ അപകടാവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ അടിയെക്കുറിച്ചല്ല, ഇവരെ ഇതിൽ ഇറക്കും ആരും വിളിക്കുന്നുള്ള ചിന്തയായിരുന്നു. അവസാനം ഞാൻ ഓർക്കുകയാണ് നിലവിളിച്ചു. എന്റെ കുപ്പായെല്ലാം കീറിയിരുന്നു. അപ്പോൾ ഇത് തെളിവാകുമെന്ന് പറഞ്ഞിട്ട് അവരത് വലിച്ച് കീറി എടുത്തു. എന്റെ നിലവിളി കേട്ടുകൊണ്ടാണ് ഞാനും അജിത്തും ഇറങ്ങി. ഇവിടെ അവിടുത്തെ പെട്ടെന്ന് കഴിഞ്ഞ് ചാലിന്റെ കാലിന് അടിയേറ്റു. ആ ഏറ്റിന് അവർ ഈ മതിലുണ്ടായിരുന്നതായ ലൈറ്റെല്ലാം പെട്ടെന്ന് അടിച്ചു തകർത്തു. പെട്ടെന്ന് ഇവരകത്ത് കയറി ഇത് പൂട്ടിയിട്ടു. അകത്ത് കയറിയായിട്ട് പേടിച്ചു. പെട്ടെന്ന് ഞാൻ അറിയി വന്നു കഴിയുമ്പോഴേക്കും എനിക്ക് അകത്ത് കയറാൻ പറ്റാത്ത അവസ്ഥയിൽ പിന്നെ ഭാഗ്യത്തിന് അവിടെ മെസ്സോളിൻ്റെ അവിടെ ഒരു കഥ തുറന്നവിടാൻ അതിലൂടെ ഞാൻ അകത്ത് കയറി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ് ചെയ്തത്. വിളിച്ച് അതിനുശേഷം പള്ളിയിലെ കൂട്ടമണി അടിച്ചപ്പോഴേക്കും ഒരു പോലീസ് ജീപ്പ് കയറി വന്നു. പിന്നീട് എസ് പി എല്ലാം വിളിച്ചു. ആ സമയത്ത് നമ്മൾ വേറെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ഒരു പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. ഇവരെ എങ്ങനെ ഇറക്കും. പിന്നെ എസ് പി പറഞ്ഞ ചെറുപ്പം പെട്ടെന്ന് ആശുപത്രിയിൽ പോകണം. ഇത് ഇവിടെ മുഴുവുണ്ടായിരുന്നു. ഇവരെയൊക്കെ ഇറക്കി പറഞ്ഞാൽ ഞാൻ 6 മണിക്ക് ഇറക്കി കളഞ്ഞു. പിന്നീട് അദ്ദേഹത്തിന് മുമ്പിൽ വഴി വീഴുകയാണ് ചെയ്തത്. ഒരു വലിയ സംഭവമായിട്ടൊന്നും ആ സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ തോന്നി. ഇനിയും അങ്ങനെ നിൽക്കുക. എന്നാലും പലരും പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയത്. അടികൊണ്ട് ആ തൃശ്ശൂരിലേക്ക് കാണിച്ചത് അത് വിളിക്കാൻ പാടില്ല, പോലീസിനെ വിളിക്കാൻ പാടില്ല എന്നെല്ലാം പല ആളുകളും പല കാര്യം ചെയ്തു. ഇതുപോലെ പലപ്പോഴും പോലീസിനെ വിളിച്ചു എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. കാരണം വിളിക്കാതെ പെട്ടെന്ന് ആരും വിളിച്ചു കഴിഞ്ഞാൽ അതായത് വലിയ പ്രശ്നമാകുമെന്നുള്ളതുകൊണ്ട് ഞാൻ ആ കാര്യം അന്വേഷിക്കാനായിട്ട് ഇറങ്ങി പോയതാണ്. അതിനകത്ത് വേറെ ഒരു ത്യാഗസഹിതമായിട്ട് പ്രശ്നമായതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് എന്നെ ഏൽപ്പിച്ചതായ കടമ അത് സഭയ്ക്ക് വേണ്ടി മരണം കഴിയും നിർവഹിക്കും. അതിനകത്ത് ആര് തടസ്സം നിന്നാലും കുടുംബക്കാരെ നാട്ടുകാർ ആര് ഉപേക്ഷിച്ചാലും സഭ എന്നെ കരുതുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാവരെയും കരുതുക. ആ സമയം തൊട്ട് ഒപ്പം തന്നെ ഭാവാദിനെയും വിളിച്ചു. കുഞ്ഞിനെയും അതുപോലെ ഇലക്ട്രിക് കുഞ്ഞിമാർ വിളിക്കുകയും ഒന്നും വേണ്ടതെല്ലാം ആശുപത്രിയിൽ വന്ന് കണ്ടു. ഇത്രമാത്രം സ്നേഹവും കരുതലും സഭയ്ക്ക് സഭാമക്കളോടുണ്ടോ എന്ന് പലപ്പോഴും നമ്മുടെ വൈദികരെല്ലാം സംശയം പറയാറുണ്ട്. സഭ എന്ത് ചെയ്തു ഇത്രമാത്രം സ്നേഹം ഏറ്റവും നല്ല ചികിത്സ നൽകുവാൻ തക്കോളം അപ്പോൾ തന്നെ വേണ്ടതായ ക്രമീകരണങ്ങൾ ചെയ്യുകയും എല്ലാ വിധത്തിലുമുള്ളതായ സഹകരണം ചെയ്ത ഈ സഭയോടുള്ളതായ സ്നേഹം അതിൽ ഉൾപ്പെട്ടിരിക്കുന്നതായ യേശുദാവിനെ മുതൽ എല്ലാ പിതാക്കന്മാരോടും പിന്നീടോടും അതുപോലെ തന്നെ ദൈവത്തിന്റെ ഗുരു സ്റ്റേഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട കുർബാനയാണ് കുർബാന ചൊല്ലാൻ ഞങ്ങളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ പഠിപ്പിച്ചതായ മാതൃക ഇനിയും ജീവിക്കുകയുള്ളൂ. നിങ്ങളുടെ ആരോടും വൈരാഗ്യമോ ശത്രുതയോ അല്ലെങ്കിൽ പ്രതികാര ബുദ്ധിയോ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന ചിന്തയൊന്നും മനസ്സിലില്ല. ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല. ദൈവം തക്കതായ പ്രതിഫലം എല്ലാവർക്കും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന തെറ്റ് ദൈവം അവർ ക്ഷമിക്കട്ടെ എന്ന് മാത്രമേ അവർ ചെയ്യുന്നതായിരിക്കുന്നതനുസരിച്ചുള്ളതായ ശിക്ഷ കൂടുതൽ പലരും വന്ന് നമ്മുടെ ആൾക്ക് തന്നെ രഹസ്യമായിട്ട് ചോദിക്കും, ഈ മെത്രാശി ചവിട്ടിയെന്ന് പറഞ്ഞത് ശരിയാണോ, അതോടൊപ്പം ഈ കേസിന് വേണ്ടി പറയുന്നതാണ്. ഞാൻ പള്ളിയിൽ നിന്നോട് പറയുകയാണ്, അത് ശരിയായ കാര്യമാണ്. അതുപോലെ വൈദികരും എല്ലാവരും ദൈവം അവർ ക്ഷമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി എല്ലാവരോടുള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കും.